നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ജനങ്ങൾ മൂന്നാം തവണയും മോദി സർക്കാരിന് വ്യക്തവും സുസ്ഥിരവുമായ ജനവിധി നൽകിയെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. വ്യാഴാഴ്ച പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. അടുത്തിടെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര ഭരണ പ്രദേശത്ത് രേഖപ്പെടുത്തിയ ഉയർന്ന വോട്ടിംഗ് ശതമാനത്തിന് ജമ്മു കാശ്മീരിലെ ജനങ്ങളെ രാഷ്ട്രപതി അഭിനന്ദിക്കുകയും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ തിരഞ്ഞെടുപ്പ് നടത്തിയതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അഭിനന്ദിക്കുകയും ചെയ്തു. 18ാം ലോക്സഭയുടെ ഭരണഘടനയ്ക്കു ശേഷം പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പുതിയ എംപിമാരെ അഭിനന്ദിച്ചു. ഇന്ത്യയിലെ ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിനുള്ള മാധ്യമമായി അവർ പ്രവർത്തിക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായി മുർമു പറഞ്ഞു. ഈ തിരഞ്ഞെടുപ്പിൽ ജമ്മു കാശ്മീരിൽ നിന്ന് വളരെ നല്ല ഫലം ഉയർന്നു. പതിറ്റാണ്ടുകളുടെ വോട്ടിംഗ് റെക്കോർഡുകൾ തകർത്തുവെന്നും അവർ പറഞ്ഞു. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി പണിമുടക്കുകളും അടച്ചുപൂട്ടലുകൾക്കുമിടയിൽ കാശ്മീരിൽ കുറഞ്ഞ വോട്ടിംഗ് ശതമാനം മാത്രമാണ് ഞങ്ങൾ കണ്ടത്. ഇന്ത്യയുടെ ശത്രുക്കൾ അത് ജമ്മു കാശ്മീരിന്റെ അഭിപ്രായമായി ആഗോളതലത്തിൽ ഉയർത്തിക്കാട്ടിയിരുന്നു. ഇത്തവണ ജമ്മു കാശ്മീരിലെ ജനങ്ങൾ ഇത്തരം ശക്തികൾക്ക് തക്ക മറുപടിയാണ് നൽകിയതെന്നും അവർ പറഞ്ഞു. ലോകം മുഴുവനും 2024 തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് മുർമു പറഞ്ഞു. ഇന്ത്യക്കാർ മൂന്നാം തവണയും സുസ്ഥിരവും പൂർണ്ണവുമായ അധികാരവുമുള്ള ഒരു സർക്കാർ രൂപീകരിക്കുന്നത് ലോകത്തിനെ കാണാൻ കഴിഞ്ഞുവെന്നും അവർ പറഞ്ഞു. 6 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇത് സംഭവിച്ചത്. മൂന്നാം തവണയും ജനങ്ങൾ തന്റെ സർക്കാരിൽ വിശ്വാസം പ്രകടിപ്പിച്ചു. എന്റെ സർക്കാരിന് മാത്രമേ അവരുടെ അഭിലാഷങ്ങൾ നിറവേറ്റാൻ കഴിയൂ എന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നും രാഷ്ട്രപതി പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി എന്റെ സർക്കാർ നടത്തിവരുന്ന സേവനത്തിന്റെയും സദ്ഭരണത്തിന്റെയും ദൗത്യത്തിനുള്ള അംഗീകാര മുദ്രയാണിതെന്നും രാഷ്ട്രപതി പറഞ്ഞു. അതിനിടെ സമീപകാല പേപ്പർ ചോർച്ച സംഭവങ്ങൾ അന്വേഷിക്കാനും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുമെന്നും ഉറപ്പാക്കണമെന്നും സർക്കാർ പൂർണ്ണ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ദ്രൗപദി മുർമു പറഞ്ഞു. 18ാം ലോക്സഭയെ അഭിസംബോധന ചെയ്യവേ രാജ്യത്തെ യുവാക്കളെ വലിയ സ്വപ്നങ്ങൾ കാണുവാനും അവ നേടിയെടുക്കുവാനും പ്രാപ്തരാക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ തന്റെ സർക്കാർ പ്രവർത്തിക്കുന്നുണ്ട് എന്നും രാഷ്ട്രപതി പറഞ്ഞു. സർക്കാർ റിക്രൂട്ട്മെന്റുകളിലും പരീക്ഷകളിലും വിശുദ്ധിയും സുതാര്യതയും അനിവാര്യമാണെന്നും അവർ പറഞ്ഞു. നീതിയുക്തമായ അന്വേഷണം നടത്താനും സമീപകാല പേപ്പർ ചോർച്ച സംഭവങ്ങളിൽ കുറ്റക്കാരായവർക്ക് ഏറ്റവും കർക്കശമായ ശിക്ഷ ഉറപ്പാക്കാനും സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്നും അവർ പറഞ്ഞു. നേരത്തെയും ചില സംസ്ഥാനങ്ങളിൽ പേപ്പർ ചോർച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഉയർന്ന ദേശീയ തലത്തിൽ ശക്തമായ നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ട് എന്നും രാഷ്ട്രപതി ഊന്നി പറഞ്ഞു. പേപ്പർ ചോർച്ചയ്ക്കെതിരെ പാർലമെന്റും ശക്തമായ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. പരീക്ഷാ പ്രക്രിയയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ സർക്കാർ ശ്രമിക്കുകയാണ് എന്നും അവർ കൂട്ടിച്ചേർത്തു.